എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത നേതാവ് ഷൈജു ആന്റണിയുടെ ഒരു ആഹ്വാനമുണ്ടായിരുന്നു. അതിരൂപതയിലെ തങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന വിശ്വാസികളോടായിട്ടായിരുന്നു ഈ ആഹ്വാനം. തന്നിലെ പഴയ വിദ്യാർത്ഥി നേതാവിനെ പൊടി തട്ടിയെടുക്കുക കൂടിയാണ് ഈ നിലപാടിലൂടെ ഷൈജു ആന്റണി. ഒറ്റ ദിവസം കൊണ്ട് 5.5 കോടിയുടെ തന്റെ സാമ്പത്തിക ബാധ്യത തീർത്തയാളാണ് ഷൈജു. 21 വൈദികരെ സഭാ ആസ്ഥാനത്ത് പിണറായിയുടെ പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോൾ ഷൈജു ആന്റണി അവിടെയില്ല. കുർബാന തർക്കം കത്തിച്ചു നിർത്തുന്നത് തുണയാകുമെന്ന് തിരിച്ചറിഞ്ഞ ആളാണ് ഷൈജു ആന്റണി. ഷൈജു ആന്റണിക്ക് അങ്കമാലി MLA ആകണം. വിമത തർക്കം കത്തിച്ചു നിർത്താൻ അൽമായ മുന്നേറ്റം. ഈയിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത നേതാവ് ഷൈജു ആന്റണിയുടെ ഒരു ആഹ്വാനമുണ്ടായിരുന്നു. അതിരൂപതയിലെ തങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന വിശ്വാസികളോടായിട്ടായിരുന്നു ഈ ആഹ്വാനം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ കോൺഗ്രസ് തോൽപ്പിച്ചത്രേ. ആ കോൺഗ്രസിനെ മാതൃകയാക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് മത്സരിച്ചത് ജയിക്കാനായിട്ടല്ല, മറിച്ച് ആം ആദ്മിയെ തോൽപ്പിക്കാനായിരുന്നു എന്നാണ് ഷൈജു പറയുന്നത്. 15ഓളം സീറ്റുകളിൽ ആം ആദ്മി തോറ്റത് അവരുടെ വോട്ടുകളെ കോൺഗ്രസ് ഭിന്നിപ്പിച്ചത് കൊണ്ടാണെന്നും പറയുന്നു. ഡൽഹിയിലെ ഈ കോൺഗ്രസ് തന്ത്രം നമുക്ക് എറണാകുളത്ത് പയറ്റാമെന്നാണ് ഷൈജു ആന്റണിയുടെ ആഹ്വാനം. വർഷങ്ങൾക്ക് മുൻപ് തേവര കോളേജിൽ രാഷ്ട്രീയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന തന്നിലെ പഴയ വിദ്യാർത്ഥി നേതാവിനെ പൊടി തട്ടിയെടുക്കുക കൂടിയാണ് ഈ നിലപാടിലൂടെ ഷൈജു ആന്റണി. തങ്ങൾക്ക് ഉറപ്പില്ലാത്ത സീറ്റുകളിൽ സ്വതന്ത്രരെ പരീക്ഷിക്കുന്ന CPM രീതി അനുകൂലമാക്കാമെന്നാണ് ഷൈജുവിന്റെ കണ്ടെത്തൽ. ചാലക്കുടിയിൽ കോൺഗ്രസുകാരനായിരുന്ന ഡെന്നിസ് K ആന്റണിയെ മത്സരിപ്പിച്ചതും എന്തിന് പത്തനംതിട്ടയിൽ CPM-മായി പുലബന്ധം പോലും ഇല്ലാതിരുന്ന വീണ ജോർജിനെ മത്സരിപ്പിച്ച് സ്വന്തമാക്കിയതും മലബാറിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും കുത്തക കേന്ദ്രങ്ങളിൽ സ്വതന്ത്രരെ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചതുമായ CPM തന്ത്രത്തിന്റെ തുടർച്ച അങ്കമാലിയിൽ നടപ്പാക്കും എന്നാണ് CPM കേന്ദ്രങ്ങൾ ഷൈജുവിന് നൽകിയിട്ടുള്ള ഉറപ്പ്. റോജി M ജോണിനെ പരാജയപ്പെടുത്തി വിമത വിശ്വാസികളുടെ സഹായത്തോടെ വിമത നേതാവായി ഷൈജു ആന്റണിയെ MLA ആക്കാമെന്ന് CPM-മായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇയാൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഓൺലൈൻ IT ഷോപ്പ് നടത്തി വരുത്തിവെച്ച 5.5 കോടിയുടെ സാമ്പത്തിക ബാധ്യതയും ബാങ്ക് ജപ്തിയും തീർക്കാനും ഒപ്പം അകാലത്തിൽ പൊലിഞ്ഞ തന്റെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ നേടിയെടുക്കാനും കുർബാന തർക്കം കത്തിച്ചു നിർത്തുന്നത് തുണയാകുമെന്ന് തിരിച്ചറിഞ്ഞ ആളാണ് ഷൈജു ആന്റണി. ഒറ്റ ദിവസം കൊണ്ട് 5.5 കോടിയുടെ തന്റെ സാമ്പത്തിക ബാധ്യത തീർത്തയാളാണ് ഷൈജു. ഒരു ദിവസം ഇരുട്ടി വെളുക്കുന്നതിന് മുൻപേ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും തീർത്ത് സാമ്പത്തിക സുസ്ഥിര നേടിയ ആൾ. ഇയാൾക്ക് ബമ്പർ ലോട്ടറി അടിച്ചതായോ വിമത വൈദികർ ചേർന്ന് നേർച്ചപ്പണം ബക്കറ്റ് വരവ് നടത്തി ശേഖരിച്ചു നൽകിയതായോ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ ED നിരീക്ഷണത്തിലാണെന്ന് അറിയുന്നു. എറണാകുളം ജില്ല CPM-ന് എന്നും ബാലികേറ മലയാണ്. നേരിട്ടുള്ള മത്സരത്തിൽ ഒരിക്കലും 14 നിയോജക മണ്ഡലങ്ങളിലും UDF-നെ തോൽപ്പിക്കാൻ കഴിയില്ല. CPM-ന് മുൻതൂക്കമുള്ള പറവൂരും തൃപ്പൂണിത്തുറയും VD സതീശനും K ബാബുവും UDF-ന് വേണ്ടി സുരക്ഷിതമാക്കുന്നതോടെ ബാക്കിയുള്ള ഇടങ്ങളിൽ ഒളിപ്പോരാണ് വിജയിക്കാനായി CPM നടത്തുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ CPM-നെ ഇതിന് സഹായിക്കുന്നത് 2020-യും V4 കൊച്ചിയുമാണ്. ഈ കള്ളക്കളി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീളുന്നു. ആ ഒളിപ്പോരിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം കൂടി കൂട്ടിപ്പിടിക്കുകയാണ് CPM. ചോർച്ചയില്ലാതെ കോൺഗ്രസിലേക്ക് ഒഴുകുന്ന ക്രിസ്ത്യൻ വോട്ടുകളെ വിഘടിപ്പിക്കുകയാണ് ലക്ഷ്യം. ഒരു വശത്ത് സാമ്പത്തിക നേട്ടമാണ് ഷൈജു ആന്റണിയെ വിമത പ്രശ്നം സജീവമായി നിലനിർത്തുന്നതിന് പ്രലോഭിപ്പിക്കുന്നതെങ്കിൽ മറുവശത്ത് അതിനേക്കാളേറെ രാഷ്ട്രീയ അധികാരമാണ് അയാളുടെ ലക്ഷ്യം. 21 വൈദികരെ സഭാ ആസ്ഥാനത്ത് പിണറായിയുടെ പോലീസ് തല്ലിച്ചതയ്ക്കുമ്പോൾ ഷൈജു ആന്റണി അവിടെയില്ല. അതിരൂപത ആസ്ഥാനത്തിന് മുൻപിൽ ഇതേ പിണറായി പോലീസുമായി വിശ്വാസികൾ സംഘർഷത്തിലേർപ്പെടുമ്പോഴും തമ്മിൽ തല്ലുമ്പോഴും അവിടെ നിന്ന് ഓടിയൊളിക്കുന്ന ഷൈജു ആന്റണിയെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രിമിനലുകൾ എന്ന പോലെ വൈദികരെ തൂക്കിയെടുത്തുകൊണ്ടുപോയി പിണറായിയുടെ പോലീസിനെതിരെ ഒരു വാക്കുച്ചരിക്കാതെ ഷൈജു ആന്റണി സംഭവസ്ഥലം സന്ദർശിച്ചില്ലതിന്റെ പേരിൽ UDF MLA-മാരെ ആക്രമിക്കുന്നത് CPM ബുദ്ധികേന്ദ്രങ്ങളുടെ നിർദ്ദേശമനുസരിച്ചാണ്. ശ്രദ്ധിക്കുക, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ കുർബാന തർക്കത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കുന്നതും വിഘടിപ്പിച്ചു നിർത്തുന്നതും കൈവിരലിൽ എണ്ണാവുന്ന ചില വിമത വൈദികരുടെയും ഷൈജു ആന്റണിയെ പോലുള്ള ദുർബുദ്ധികളായ നേതാക്കളുടെയും ഗൂഢാലോചനയുടെ ഫലമാണ്. ഈ ഗൂഢാലോചനയിൽ സഭാവിശ്വാസികൾ പെട്ടുപോയാൽ ഏറ്റവും തലപ്പൊക്കമുള്ള എറണാകുളം അങ്കമാലി അതിരൂപത എന്ന പൗരസ്ത്യ സഭയായിരിക്കും തകർന്നു പോവുക.